CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കൾക്കും പോലീസിനും രൂക്ഷ വിമർശനം. വിശ്രമ ജീവിതത്തിൽ ശ്രദ്ധ കിട്ടാൻ വായിൽ തോന്നിയത് പറയുന്ന ജി സുധാകരനെ നിയന്ത്രിക്കണമെന്ന് പ്രതിനിധികൾ പറഞ്ഞു. EP ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിലെ ബന്ധത്തിനെതിരെയും വിമർശനം ഉയർന്നു. പാർട്ടി സെക്രട്ടറിമാർ സ്റ്റേഷനിൽ നിന്ന് ജീവനോടെ പുറത്തു വരുന്നത് ഭാഗ്യം കൊണ്ടാണെന്ന് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ തുറന്നടിച്ചു. പോലീസിൽ കാവ്യവൽക്കരണം നടക്കുന്നു. RSSനെ സഹായിക്കുന്ന നിലപാട് ബഹുഭൂരിപക്ഷം പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകാർ സ്വീകരിക്കുകയാണ്. BJPക്കാരാണെങ്കിൽ തലോടലും CPIMകാർക്ക് ലോക്കപ്പും എന്ന അവസ്ഥയാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലുള്ളത്. പത്തനംതിട്ട ഇരവിപേരൂർ കമ്മിറ്റികളാണ് ഈ വിമർശനങ്ങൾ ഉന്നയിച്ചത്. സമ്മേളനത്തിൽ ജി സുധാകരനെതിരെയും കടുത്ത വിമർശനം. വിശ്രമ ജീവിതം നയിക്കുന്ന ജി സുധാകരൻ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണെന്നും ഇത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണെന്നും ജി സുധാകരനെ പാർട്ടി നിയന്ത്രിക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. BJPയിൽ നിന്ന് പാർട്ടിയിലേക്ക് വരുന്നവരുടെ പശ്ചാത്തലം പരിശോധിക്കണമെന്നും ഏകപക്ഷീയമായി ആളെ ചേർക്കുന്ന നിലപാട് ശരിയല്ലെന്നും പ്രതിനിധികൾ. സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലിനെതിരെയും സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. പലപ്പോഴും ഇത് അതിരുകടക്കുന്നു. ഓൺലൈൻ ചാനലുകളെ അതിരുകവിഞ്ഞ് പിന്തുണയ്ക്കുന്ന രീതി ശരിയല്ലെന്നും ഇത് നിയന്ത്രിക്കണമെന്നും ആവശ്യമുയർന്നു. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ച പുരോഗമിക്കുകയാണ്. ഇന്നലെ നടന്ന ചർച്ചയിൽ EP ജയരാജൻ ദല്ലാൽ നന്ദകുമാർ ബന്ധത്തിനെതിരെയും പ്രതിനിധികൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. നാളെ പൊതുസമ്മേളനത്തോടെ പത്തനംതിട്ട ജില്ലാ സമ്മേളനം സമാപിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 3 ടേം പൂർത്തിയാക്കുന്ന ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന് പകരം ആര് സെക്രട്ടറിയാകുമെന്നതാണ് ഇനി ഏവരും ഉറ്റുനോക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട.